അയ്യോ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ തൊടുപുഴക്കാരുടെ ആലോചന ഏതാണ്ട് ഉറപ്പിച്ച മട്ട. ഇനി പയ്യന്റെ ആൾക്കാർ വന്ന് കല്യാണ തീയതി നിശ്ചയിച്ച മാത്രം മതി. ഞാൻ വേറെ വഴിക്ക് അന്വേഷിച്ചപ്പോ ഒന്നും അങ്ങോട്ടെങ്ങനെ ഉറപ്പിച്ചിട്ടില്ല എന്നാണല്ലോ അറിഞ്ഞത്. ആര് പറഞ്ഞു? ഇനി ഉള്ള കാര്യം പറയാലോ മാത്തച്ഛൻ ചേട്ടാ. ഇഞ്ചക്കാട്ടുകാരും തെക്കും തലക്കാരും തമ്മിൽ വലിയ അടുപ്പത്തില. ആ അപ്പച്ച ഒരു 100 പ്രാവശ്യം എന്നോട് പറഞ്ഞതാ, ഈ ബന്ധത്തില് ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല, പുള്ളിക്കാരെ ഇത് നേരിട്ട് നടത്തിക്കൊള്ളാം എന്ന്. പിന്നെ ചേട്ടന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഭീമമായ കമ്മീഷൻ നഷ്ടപ്പെടണ്ടെന്ന് കരുതി ഞാനാ പറഞ്ഞത് അപ്പച്ച ഈ കാര്യങ്ങൾ നേരിട്ട് പ്രൊസീഡ് ചെയ്യണ്ടെന്ന്. ഭീമമായ കമ്മീഷനോ? അതെ, ഈ കല്യാണ ബ്രോക്കർമാർക്ക് കമ്മീഷൻ വാരിക്കോരി എറിയുന്നത് ഇഞ്ചക്കാട്ടുകാരുടെ ദൗർബല്യമാ. അയ്യോ, തൊടുപുഴക്കാരുടെ കാര്യം അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ഇനി പിന്നെ ഉറപ്പിച്ചാൽ തന്നെ ഞാൻ വിചാരിച്ച അത് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അത് പിന്നെ തരം പോലെ കാര്യങ്ങൾ മാറ്റാൻ കഴിവുള്ള ആളാണ് ചേട്ടൻ എന്ന് എനിക്കറിയാം. അതവിടെ നിൽക്കട്ടെ, ഞാനിപ്പോ തെക്കും തലയിലോട്ട് പോവാ. ചേട്ടൻ വരുന്നോ അതോ? ഞാൻ വരുന്നു. ആ റോഹിച്ചൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഈ കല്യാണം ഞാൻ നടത്തി തരാം. എന്നാ കേറ്. പിന്നെ ഞങ്ങൾ വേറെ അന്വേഷിച്ചെന്ന് പറഞ്ഞതും അപ്പച്ചന് തെക്കും തലക്കാരുമായിട്ട് അടുപ്പമുണ്ടെന്ന് പറഞ്ഞതും ബ്രോക്കർമാർക്ക് ഭീമമായ കമ്മീഷൻ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞതും ഒക്കെ കള്ളമാണ്. കളി ഇഞ്ചക്കാട്ടുകാരോട് വേണ്ട. കേറ് കേറ്. അവിടെ എവിടെ എവിടെ? അവിടെ കൊമ്പിന്റെ സൈഡിലേ. കൊമ്പിന്റെ സൈഡിലല്ലേ ഇപ്പൊ? അങ്ങോട്ട് നോക്ക്. ഒരു കുത്തു വെച്ചിരുന്നു കേട്ടോ. അതെ, അത് തന്നെ. അതെ, ധൃതി പിടിച്ചിറങ്ങി താഴെ വീഴണ്ട, പതുക്കെ ഇറങ്ങിയാ മതി. ഓ, ഇയാളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം എനിക്ക് താഴെ ഇറങ്ങാൻ. എന്തോ വല്ലതും പറഞ്ഞോ? അവിടെ കേൾക്കാനായിട്ടൊന്നും പറഞ്ഞില്ല. ആ, തന്നെത്താൻ സംസാരിക്കുന്നത് വട്ടിന്റെ ലക്ഷണമാണ് എന്ന് പലരും പറയാറുണ്ടെങ്കിലും ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഈ മറ്റുള്ളവർ പറയുന്നൊന്നും കാര്യമാക്കണ്ട. തന്നെത്താനെ സംസാരിക്കുന്ന ഇഷ്ടമാണെങ്കിൽ അത് തുറന്നോളൂ. ഓ പിന്നെ മറ്റേ ടെക്സ്റ്റൈൽ സംഭവം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തായി ടെക്സ്റ്റൈൽ സംഭവം? ഒന്നുമില്ല മാത്തച്ഛൻ ചേട്ടാ, ഷെർലിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിക്ക് ഞങ്ങളുടെ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേൾ ആയിട്ട് ഒരു ജോലി കൊടുക്കണമെന്ന് ഇല്ലേ? നല്ല സ്വഭാവമുള്ള കുട്ടിയാ, ഈ ടെക്സ്റ്റൈൽസിലൊക്കെ നൃത്തം പറ്റിയ കുട്ടി. ആരാ മോളെ? പറഞ്ഞ കാര്യമൊക്കെ അതൊക്കെ ഞാൻ ഏറ്റെന്ന്. എന്താ മാത്തച്ഛ? താണ്ടമ്മച്ചിക്ക് ഇയാൾ അറിയില്ലേ? അറിയില്ലെന്നോ? കൊള്ള, നമ്മുടെ മറ്റേ പയ്യന്റെ അനിയൻ പയ്യനല്ലയോ? അമ്മച്ചിയുടെ ഓർമ്മശക്തി അപാരം തന്നെ. എന്റെ ജീവിതത്തിൽ ഇത്ര. മതി മതി, വന്ന കാര്യം പറ. ഒന്നിങ്ങോട്ട് വന്നേ, അങ്ങോട്ടേക്ക് വരൂ. അവിടെ ഇരിക്കെ, ഞാൻ പറഞ്ഞ് ശരിയാക്കാൻ വന്നു. ഇയാളെന്തിനാ പിന്നെയും വന്നിരിക്കുന്നേ? ആവോ, എനിക്കറിഞ്ഞൂടാ. ശരി, നിനക്ക് ഈ പാർട്ടിയാണോ ഇഷ്ടം അതോ തൊടുപുഴയിൽ നിന്ന് പാർട്ടിയാണോ ഇഷ്ടം? എനിക്ക് അങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ല എന്ന് ദേ പെണ്ണിന്റെ മുഖം കണ്ടാൽ അറിയാം. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു അനിയുള്ളതൊഴിച്ചാ വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇതെന്നെ നടന്നാ മതിയായിരുന്നു. അതിനെ അവർക്കൂടെ ഇഷ്ടാവണ്ടേ? പയ്യന് ബീനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണം നടത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല. പക്ഷേ കൂടുതലൊക്കെ ചോദിക്കുകയാണെങ്കിൽ. അയ്യോ, സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് യാതൊരു ഡിമാൻഡും ഇല്ല. ഞങ്ങൾക്ക് സ്ത്രീധനമേ വേണ്ട. ആ അതിനെ ഇഞ്ചക്കാടൻ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കത്തുള്ളൂ. ഇഞ്ചക്കാടനോ? അതെ, ഇഞ്ചക്കാടില്ലേ മത്തായിയുടെ മക്കളാ ഞങ്ങള്. അതെയോ? ചേർത്തി അറിയോ? പിന്നെ അറിയില്ലേ, എന്റെ മോൻ തോമാച്ചനും നിങ്ങളുടെ അപ്പം മത്തായി വലിയ കൂട്ടുകാരായിരുന്നു. രണ്ടുപേരും ഒരു സ്ഥലത്താ ജോലി ചെയ്തിരുന്നത്. ദൈവം വലിയവൻ തന്നെയാടി, അല്ലെങ്കിൽ ഇവൻ എവിടെയൊക്കെ പെണ്ണ് കാണാൻ പോയതാ. അവസാനം വാഴക്കുളത്ത് പോവാനും വീട് മാറി തെക്കുംതല തൊമ്മിച്ചന്റെ വീട്ടിൽ പോവാനും ആ പെണ്ണിനെ കണ്ടതും അവളെ ഇഷ്ടപ്പെട്ടതും ഒക്കെ കർത്താവിന്റെ നിശ്ചയമാടി. അതന്നെ. സത്യം പറഞ്ഞ ബ്രോക്കർക്കുള്ള കമ്മീഷൻ പകുതി എനിക്കാ തരേണ്ടത്. അതെന്തിനാ? ഈ ആലോചനയുടെ ഒരു സൂത്രധാരൻ ഞാനല്ലേ. എന്നാ എന്റെ പൊന്നുമോൻ ഒരു കാര്യം ചെയ്യ്, ഈ ടെക്സ്റ്റൈൽ പരിപാടിയൊക്കെ ഒന്ന് നിർത്തി കല്യാണ ബ്രോക്കർ ആയിട്ടാണ് കൂടിക്കോ. അത് വേണ്ട, രൂപത്തിലും ഭാവത്തിലും ഒരു ബ്രോക്കറുടെ കട്ടുള്ളത് അപ്പച്ചനാ. അപ്പച്ചൻ തുടങ്ങിക്കോ. ധിക്കാരം പറയുന്നു. നിർത്ത്. എന്തോന്നാ ഇത്? രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഒരുമാതിരി പിള്ളേരെ പോലെ. ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾക്ക് നിന്റെ അത്ര പക്വതയൊന്നുമില്ല.
ഞങ്ങള് പയ്യന്മാരാ എന്താടാ? അല്ല അതെ ഇനിയിപ്പൊ പെണ്ണിനെയും തറവാടും ഒന്നും അന്വേഷിച്ചിട്ട് ഒരു കാര്യവും ആ ഒരു കാര്യമില്ല. പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ ഉടനെ വിളിച്ചു വലിയ കല്യാണം അങ്ങ് നടത്താം. അതെ, അല്ലാതെ ഈ തിരക്കിനിടയിൽ എന്റെ കല്യാണ കാര്യം കൂടി ആലോചിച്ചോണ്ടിരിക്കാൻ സമയമില്ല. ഇല്ല അമ്മച്ചി? അതന്നെ ഏതന്നെ? അത് തന്നെ. എന്റെ ദൈവം, ഈ അത് തന്നെയുള്ള ഏറ്റവും വലിയ കുഴപ്പം. കേട്ടോ ഏലിക്കുട്ടി, തോമാക്കുട്ടിയുടെ കൂടെ വീട്ടിൽ വരുമ്പം ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ചിരിപ്പിച്ചോണ്ടേ ഇരിക്കും. ആ ഒരു കാര്യത്തിൽ മാത്രം മത്തായി കുട്ടിക്ക് ഒരു മാറ്റവും ഇല്ല. അതിലും മാത്രല്ല, ഒന്നിലും ഞാൻ മാറിയില്ല താണ്ടമ്മച്ചി. ഈ വസ്ത്രത്തിലും രൂപത്തിലും കുറച്ച് മാറ്റമൊക്കെ വന്നല്ലാതെ മനസ്സിപ്പോഴും പഴയ മത്തായിക്കുട്ടിയുടെ തന്നെയാ. ആ അതുകൊണ്ട് തന്നെ മത്തായി കുട്ടിക്ക് ഈ വെച്ചടിയുള്ള കേറ്റു. അല്ല മത്തായിച്ച, എനിക്കൊരു സംശയം. എന്താ? ഈ ബോംബെ ഡൈയിങ് എന്ന് പറയുന്ന പോലെ കേരള ഡൈയിങ് എന്നുള്ളൊരു കമ്പനി പ്ലാൻ ചെയ്താ നല്ല പ്രോഫിറ്റ് ഉണ്ടാവില്ലേ? ഓ എന്താ? ഒന്നുമില്ല. അല്ല വന്നപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇങ്ങനെ ആരാ മനസ്സിലായില്ലേ? ഇല്ല. തോമാക്കുട്ടിയുടെ നേരെ ഇളയതാ, ബീനയുടെ കൊച്ചപ്പൻ. കുരിയച്ചൻ. ആ ഈ കുരിയച്ചന്റെ അനിയൻ ഡേവിഡ് ഇപ്പൊ എവിടെയാ? അവനങ്ങ് സിംഗപ്പൂരില. മനസ്സമ്മതത്തിന് വരുമായിരിക്കും അല്ലേ? ഇല്ല, മനസമ്മതത്തിന് വന്നാ പിന്നെ കല്യാണത്തിന് വരാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു കല്യാണത്തിന് വന്നാ മതിയെന്ന്. അതെ, അമ്മച്ചി പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സമ്മതത്തിന് വന്നാ കല്യാണത്തിന് വരാൻ പറ്റില്ല, കല്യാണത്തിന് വന്നാ മനസ്സമ്മതത്തിന് വരാൻ പറ്റില്ല, കല്യാണത്തിന് മനസ്സമ്മതത്തിന് കൂടി വന്നാ അയാൾക്ക് പിന്നെ അയാൾ പോകാനും പറ്റില്ല. നിർത്തറ. ആ അല്ല ഇതാരാ? ഒളിച്ചു കളിക്കുക വന്നേ. നാളെ നീ ഞങ്ങളുടെ മരുമോളാകാൻ പോകുന്ന പെണ്ണല്ലേ, അത്ര അങ്ങ് മാണിക്കൊന്നും വേണ്ട. ഇങ്ങോട്ട് വന്നേ. വാ. കുഞ്ഞുനാളിൽ നിന്നെ ഞാൻ എന്തുമാത്രം ഒക്കത്തെടുത്ത് നടന്നിട്ടുണ്ടെന്ന് അറിയോ? സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഇനി നമുക്ക് ഊണ് കഴിഞ്ഞിരുന്ന് സംസാരിക്കാം. മത്തായി, ബിസിനസിന്റെ കാര്യത്തിൽ എനിക്ക് വേറൊരു സംശയം കൂടിയുണ്ട്. കുരിയച്ച, ആ ഐഡിയ നമുക്ക് ഊണ് കഴിഞ്ഞിട്ടാവാം. കുറെ നേരായി ഞാൻ അടികൊള്ളേ. പള്ളിപ്പെരുന്നാൾ അടുത്തപ്പോ അച്ഛൻ മീറ്റിംഗ് വിളിച്ചുകൂട്ടി എന്തിനാ അറിയാവോ? പെരുന്നാളിന് നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയാൻ വേണ്ടിട്ടായിരിക്കും. അതന്നെ പരിപാടിയാ. നമ്മളും ഇടവക്കാർ തന്നെയല്ലേ, പിന്നെ ഇഞ്ചക്കാരനോട് മാത്രം എന്താ അച്ഛനോട് പ്രത്യേകത? അതല്ലേ, പാരിഷ് ഹോൾ പണിയാനായിട്ട് നമ്മളും കുറെ പണം കൊടുത്തതാ. വിളമ്പി. ഇഞ്ചക്കാരനെ പോലെ വാരിക്കോരി അല്ലയോ ചായ? ആരാണ് നോക്കും? ഹലോ, ആ ഉണ്ട്, വിളിക്കാം. ഇച്ചയാ, ആരാ? ആ അങ്കിളാ. ഹലോ, പിന്നെ അച്ഛൻ നാളെ കുർബാന കഴിഞ്ഞ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതേക്കുറിച്ച് ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അച്ഛൻ കോംപ്രമൈസിന് വേണ്ടി ആയിരിക്കും മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ആ അതങ്ങനെയൊന്നും വിട്ടുകൊടുക്കേണ്ട ഒരാവശ്യമില്ല. അങ്കിള് പറയുന്ന പോലെ ചെയ്യാം. ആ ആ ശരി, എന്നാ വയ്ക്കട്ടെ. എന്നതാ കാര്യം? അതെ, അങ്കിളിന്റെ നമ്മുടെ അഭിപ്രായം തന്നെ. ഇഞ്ചക്കാട്ടിന്റെ മക്കൾക്ക് എതിർക്കാനാ പ്ലാനെങ്കിൽ നമ്മളും തയ്യാറായിക്കൊള്ളാൻ. വെറുതെ എന്തിനാ ഇച്ചയാ പള്ളിയിൽ പോയി അവരുമായിട്ട് വഴക്കിനും ബഹളത്തിനും ഒക്കെ നിൽക്കുന്നേ? അങ്ങനെ പള്ളിയിലെ ഭരണം മുഴുവൻ ഇഞ്ചക്കാട്ടിന്റെ മക്കൾ മാത്രം നടത്തണ്ട. അതന്നെയാ. കഴിഞ്ഞ തവണ പ്രസന്റിയെ വായിച്ചപ്പോ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞത്? എന്നാ പറഞ്ഞാ? ഓ പിന്നെ നാട്ടുകാരുടെ ചെലവിലല്ല നമ്മളിവിടെ കഴിയുന്നത്. ഒന്ന് പോടി അവിടുന്ന്. പരിശുദ്ധ മാതാവിന്റെ തിരുനാളാഘോഷം ഈ വരുന്ന 12-ാം തീയതി ആരംഭിക്കുകയാണ്. അതേക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ വർഷത്തെ പ്രസേന്തി ശ്രീ ഇഞ്ചക്കാടൻ മത്തായി പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നതാണ്. പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അച്ഛൻ പറഞ്ഞാ മതി. അതെന്നാ ചാക്കോച്ച, പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് സംസാരിക്കേണ്ടത് ഇവിടുത്തെ പ്രസേന്തി അല്ലേ? അതല്ലേ ഇവിടുത്തെ കീഴ്വഴക്കം? കീഴ്വഴക്കത്തിന്റെ മഹത്വത്തെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഈ വർഷത്തെ പ്രസേന്തി ആവേണ്ടത് ഞാനാ. അച്ഛന് മത്തായിയോടുള്ള പ്രത്യേക സ്നേഹം വെച്ചാ എന്നെ ഒഴിവാക്കിയേ. മത്തായി പോലെ പള്ളിക്ക് പണം സംഭാവന ഞങ്ങൾ തരുന്നില്ലേ? ഞങ്ങളൊക്കെ അച്ഛനെ വീട്ടിൽ വിളിച്ച് താറാവർത്തി സ്കോച്ചും തരാത്തോണ്ടാ. ദേ, പള്ളി പെരുന്നാൾ നടത്താൻ അച്ഛനെ വീട്ടിലേക്ക് ക്ഷണിച്ച് സ്കോച്ചും താറാവും കൊടുക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. കാര്യം കാണാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ചുങ്കത്തറക്കാരെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ചുമ്മാ ഇരിക്കും. ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആരും സംസാരിക്കണ്ട. നിങ്ങൾ ഇരിക്കണം. അച്ഛനൊന്നും പറയണ്ട. ചുങ്കത്തറക്കാരെ പറ്റി സംസാരിക്കാനുള്ള യോഗ്യത ഇവർക്ക് ആർക്കും ഇല്ലച്ചോ. ഞങ്ങളുടെ തന്നെ കടയിലെ ജോലിക്കാരനായി ഇരുന്നുകൊണ്ട് എന്റെ ഇച്ചായനെ പറ്റിച്ച് കാശുകാരനായി ഈ ഇഞ്ചക്കാടൻ മത്തായിയുടെ കഥ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാച്ചോ. ചുങ്കത്തറ ഇട്ടിച്ചന്റെ ശമ്പളക്കാരനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനക്കുറവൊന്നുമില്ല. ഇട്ടിച്ചന്റെ അനിയനാണെന്നും പറഞ്ഞ് കൂടെ നടന്ന് കക്കാനും മൂട്ടിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല. എടാ അനാവശ്യം പറഞ്ഞാണോ നീ ഇവയോടെ പോകലേ? എന്റെ അവരാനെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ഭർത്താവ്. വിടറാ അച്ചോ, ഇതൊരു ഒത്തുകളിയാണെന്ന് ഇപ്പഴാ മനസ്സിലായേ. ഇനി തീരുമാനങ്ങളൊക്കെ സൗകര്യം പോലെ എടുത്തോ. വാടാ, പെരുന്നാളിന് കാണാം.
മാറിക്ക്. നല്ലൊരു ദിവസമായിട്ട് വെറുതെ വഴക്കടിക്കാൻ നിൽക്കാൻ പള്ളി നിങ്ങളുടെ കുത്തുകയൊന്നുമല്ലല്ലോ. പള്ളി ഞങ്ങളുടെ കുത്തകയല്ല, പക്ഷെ ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷത്തിന്റെ ചുമതല ഇന്ത്യക്കാട്ടുകാർക്ക് തന്നെയാ. മാതാവിന്റെ രൂപത്തിന്റെ മുമ്പിൽ വെച്ചാ പറയണേ. എന്റെ മക്കളെ ഞാൻ തൊട്ട് കളിച്ച എല്ലാത്തിനും ഞാൻ കൊന്നോളെ. ഈ പെരുന്നാൾ നടത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളെ കൊച്ചാക്കിയല്ലടാ. പോകാൻ വരട്ടെ. വേണ്ട, അമ്മയ്ക്കറിയോ പള്ളിപ്പറമ്പിലേക്ക് പട്ടിയെ തല്ലുന്നവരെ ഞങ്ങൾ തല്ലിയപ്പോ അച്ഛനോടൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരാ. അമ്മയ്ക്ക് മാറും. ഇങ്ങനെ ഇറങ്ങി വേണം. ഇന്ത്യക്കാരന്റെ മക്കൾ രണ്ടാണെങ്കിലേ നമ്മളെ 3 പേരുണ്ടാ. അതിലോർത്തൻ ചായന്നെങ്കിൽ ചാവട്ടെ. ഇവിടുത്തെ എച്ചിൽ നിന്ന് വന്ന പട്ടിയുടെ അടിമറികൾ ജീവിതം നമുക്ക് വേണ്ട. ഇറങ്ങി വേണം. പോണ്ട, നിനക്ക് പരിപാടി നീ വരണ്ട. മാറാ, ഞാൻ മാറില്ല. മാറിക്കല്ലോ പറഞ്ഞു. ഇച്ചാ പറയുന്ന കേൾക്കില്ല. എങ്ങോട്ടാടാ? ചെല്ലടാ ചെല്ല്. പോയി ബാക്കിയൂടെ മേടിച്ചോണ്ട് വാ. കിട്ടിയൊന്നും മതിയായില്ലേ നിനക്കൊക്കെ? എടാ, അവിടെ ഇഞ്ചക്കാടന്മാര് മാത്രമല്ല, നാട്ടുകാരും പള്ളിക്കാരും മുഴുവനും ഉണ്ട്. അങ്ങോട്ടിപ്പോ ചെന്നാലേ നിന്റെയൊക്കെ എല്ല് പോലും ബാക്കി കാണുകയല്ല. എന്താടാ, പോകുന്നില്ലേ? ചെല്ലടാ. എടാ, കരുത്തുകൊണ്ട് ജയിക്കാൻ പറ്റാത്തടത്ത് ജയിക്കാൻ മറ്റൊന്നുണ്ട്, ബുദ്ധി. അതാ നിനക്കൊക്കെ ഇല്ലാതെ പോയത്. കേറി പോടാകത്ത്. പോടാ.